ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? അപ്പം നമ്മൾ വീണ്ടും അജ്മീറിലെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇമ്മയൊക്കെ അജ്മീർക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ കാണാത്തതുകൊണ്ട് അവർ അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അവിടെയൊക്കെ ഇങ്ങനെ കാണാനൊക്കെ ഇങ്ങനെ തോന്നുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മക്കത്തേക്കൊക്കെ പോയ മാതിരി തന്നെയാണ്. നമ്മൾ മക്കത്തേക്കൊക്കെ പോയാൽ ഒരു പ്രാവശ്യം പോയ ആൾക്കാർക്ക് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും കാണാനൊക്കെ ഉള്ളൊരു കൊതി ഉണ്ടാവുക. അപ്പം നമുക്ക് എല്ലാവർക്കും ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അജ്മീറിലും പോയി കാണാൻ കുറേ സ്ഥലങ്ങളൊക്കെ പോയി കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അജ്മീറിലെ ചെമ്പ് എന്ന് പറയണതാണ് അത്ര ഇത്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നേരിട്ട് കാണാനൊക്കെ ഭയങ്കര കൊതി തോന്നുകയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും പോവാനും കാണാനൊക്കെ ഉള്ള വിധി കൂട്ടട്ടെ കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ ഗ്രൂപ്പായിട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. 10-30 ആളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലാനും അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല തിരക്കാണ്. എല്ലാതും കാണുമ്പോഴും നല്ല തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിലൊക്കെ ഇങ്ങനെ കുട്ടികളൊക്കെ നിന്നിങ്ങനെ നോക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ കൊതി വരികയാണ് ഇതൊക്കെ കാണാൻ. അപ്പോൾ ഇപ്പാനോട് ഞാൻ പറഞ്ഞായിരുന്നു അവിടുന്ന് വീഡിയോ ഒക്കെ എടുക്കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇപ്പം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ വിട്ട് തന്നതായിരുന്നു. പിന്നെ അപ്പാൻ്റെ കൂടെ ബസ്സിൽ പിന്നെ ഒരു അവിടെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ബസ്സിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. ഇപ്പം മൂത്താപ്പയൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടെ ഇങ്ങനെ ബസ്സിലൊക്കെ കയറിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് പോണതും പിന്നെ ആ സ്ഥലങ്ങളൊക്കെ എവിടെയൊക്കെയാണെന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു തരുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് പെട്ടെന്ന് അങ്ങനെ എവിടെയാണ് എന്താണെന്നുള്ളത് നമ്മൾ നേരിട്ട് പോയിട്ട് കാണുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പക്ഷേ അത് പെട്ടെന്ന് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു തരുമ്പോൾ അത് ഇന്ന സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ ഓരോരോ സ്ഥലങ്ങളാണെന്നുള്ളത് ഞാൻ എടുത്തിങ്ങനെ കാണിക്കാത്തതും പറയാത്തതും കേട്ടോ. പിന്നെ അത് കൂടെ പോയ ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ ഓല് വീഡിയോ ഒക്കെ എടുക്കണ കണ്ടപ്പോൾ അങ്ങനെ ഒപ്പം നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട് നല്ല തിരക്കാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഓരോ ഭാഗത്തുനിന്നും വന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് നല്ല തിരക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയണുണ്ട് നല്ല തിരക്കാണെന്നുള്ളത്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പോവാനും കാണാനൊക്കെ വിധി ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇമ്മമ്മയുണ്ട്, ഇമ്മയും മൂത്തമ്മയും അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് അങ്ങനെ പോയിക്കാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ സ്ഥലങ്ങൾക്കൊക്കെ നമ്മൾ ഫാമിലിയൊക്കെ ഒന്നിച്ചിങ്ങനെ പോകുമ്പോൾ അത് നമുക്ക് വേറൊരു വൈബാണല്ലോ അല്ലേ. എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ ഇങ്ങനത്തെ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ഇതാണ്. അപ്പോൾ നമ്മൾക്കിതിങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ ഭയങ്കര ഒരു സന്തോഷവും ഇതൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കണ്ട് വന്നവരെ സന്തോഷം എന്തായിരിക്കും അല്ലേ. പിന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഡൽഹിയിലാണെങ്കിലും ബോംബെയിലാണെങ്കിലും ഒക്കെ ഒരുപാട് സ്ഥലങ്ങൾ സിയാർത്ത് ചെയ്യാനും കാണാനും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ അങ്ങനെ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും നല്ല തിരക്കും നല്ല ഇതുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ എന്താ ഒരു പൂവിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഇവിടെയൊക്കെ നല്ല തിരക്കും നല്ല എന്തൊക്കെ പാട്ടും എന്തൊക്കെ കളികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ ഇതിൽ പറയണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അവിടെയൊക്കെ ചെന്നിട്ട് വീഡിയോ എടുത്തിക്കാണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റൂല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. വീഡിയോ ഒന്നും എടുക്കരുത്, ഫോട്ടോസൊന്നും എടുക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ആ ഭാഗത്തൊന്നും കയറിയിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു അവിടെ കയറിയിട്ട് എടുക്കാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട് എന്നൊക്കെ. പിന്നെ അതുപോലെ വലിയ കുളമോ അങ്ങനെ എന്തായിട്ടുണ്ട്, കുളമാണോ പുഴയാണോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ വലുതാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ രാജാക്കന്മാർ കുളിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിട്ടീഷ് രാജാക്കന്മാർ വന്ന് കുളിക്കൊക്കെ ചെയ്തിരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുളമൊക്കെ ഞാൻ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അജ്മീറിലല്ല കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് അജ്മീറിലെ സംഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അത് കാണിച്ചിട്ടുണ്ടായിരുന്നത് അജ്മീറിലൊന്നല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് പള്ളിയുടെ ഉള്ളാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ആണുങ്ങൾ മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ ആണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്യാണ് തോന്നുന്നുണ്ട്. ഇത് പിന്നെ പള്ളിയുടെ ഉള്ളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ ഇവിടെ സ്ത്രീകളെയൊന്നും അധികമൊന്നും ആരെയും കാണാനില്ല. അങ്ങനെ അതിൻ്റെ പുറം ഭാഗമാണ് തോന്നുന്നു. അതിൻ്റെ ഉള്ളിലൊക്കെ ആണുങ്ങൾ കയറിയിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ കണ്ടോ ചെറിയ കുട്ടികളായിട്ടൊക്കെ വന്നിട്ട് അങ്ങനെ
ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ്. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല കേട്ടോ. പിന്നെ ഇവിടേക്കൊക്കെ പോകുമ്പോൾ സ്ത്രീകളാണെങ്കിലും നല്ല ഔറത്തൊക്കെ മറിച്ച് നല്ല ഇതിൽ തന്നെയാണ് കേട്ടോ വരുന്നതൊക്കെ. പിന്നെ നമ്മൾ ഇവിടെ ചെന്ന ഭക്ഷണത്തിനും ഇതിനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാത്തവർക്കൊക്കെ ഭക്ഷണം കഴിക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുമ്പോഴൊക്കെ. അപ്പം ഞാൻ ഉമ്മാനോടൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞു സാധാ ചോറ് നമ്മളെ നാട്ടിൽ അതുപോലെയുള്ള ചോറ് അങ്ങനെയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കഴിക്കാൻ വയ്ക്കണവർക്ക് കഴിക്കുക. പിന്നെ അതുപോലെ മന്തി ബിരിയാണി അങ്ങനെയൊക്കെയാണ് അധികം കിട്ടണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറേ മക്കാമുകൾ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ സിയാർത്ത് ചെയ്യണ സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അതാ എല്ലാവരും മദീനയൊക്കെ സിയാറത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ അതുപോലെ രാവിലെ പൊറോട്ട പൂരി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കഴിക്കാത്തവർക്ക് അതൊന്നും കഴിക്കാൻ കഴിയൂല. പിന്നെ എല്ലാ ഫുഡും കഴിക്കണവർക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പോകുമ്പോൾ തന്നെ കുറേ വെള്ളവും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഭാഗത്ത് ഇതാ കുറേ പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ സിയാർത്ത് ചെയ്യുന്നുണ്ട്. പള്ളീൻ്റെ ഉള്ളല്ല, ഇവിടെ കുറേ മക്കാമുകൾ ഖബറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാവരും സിയാർത്തും ഇതൊക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. കുറേ ആൾക്കാർ പിന്നെ അങ്ങനെ ക്ഷീണിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരും പിന്നെ ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ ക്ഷീണിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കുറേ നടക്കാനൊക്കെ ഉണ്ട് ഇത്ര. അപ്പോൾ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ച് ഒക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് കേട്ടോ ഈ ഇരിക്കണതൊക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ അതുപോലെ മക്കാമൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്നിട്ട് ദുആ ചെയ്യുകയൊക്കെ ചെയ്യണുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം വരികയാണ് അല്ലേ. നമ്മളിവിടെ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനെ അജ്മീറിലൊക്കെ പോകുമ്പോൾ തന്നെ നമ്മൾ മക്കത്തേക്കൊക്കെ പോയൊരു ഫീലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാകുമ്പോൾ അവിടെ ചെന്ന് കണ്ട പോലെ സന്തോഷം എന്താവൂലേ. പിന്നെ റോസാപ്പൂവിൻ്റെ ഇതൊക്കെ ഇതളുകളാണ് ഈ കിടക്കണതൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ ഇവിടേക്ക് കൊടുക്കണതാണോ അതോ അവരെ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറിയിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ആണുങ്ങൾ കയറുന്ന ഒരു ഭാഗമാണ് തോന്നുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ പറയണൊക്കെ ഉണ്ട്, എന്തോ അവിടെ കൂടെ വന്ന ആൾക്കാരോടാ തോന്നുന്നുണ്ട് എന്തൊക്കെ പറയണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് പറയണതെന്ന് മനസ്സിലാവണില്ല. പിന്നെ ഉസ്താദുമാരെ കൂടെയൊക്കെ പോകുമ്പോൾ അവിടെ നല്ല ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു നല്ല ദുആയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓല് ട്രെയിനിനാണ് പോയിട്ടുണ്ടായിരുന്നത്. ട്രെയിൻ ഇറങ്ങിയിട്ട് പിന്നെ ബസ്സിനൊക്കെ കുറേ പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ബസ്സിലൊക്കെ ഉസ്താദുമാരെ നല്ല പിന്നെ വയലായാലും പിന്നെ നല്ല മൗലൂദ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഇതോളൊക്കെ ബൈത്തുകളൊക്കെ ചൊല്ലിയിട്ടൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഇപ്പോൾ എടുത്തിട്ട് വിട്ടെന്നീന്നു ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളും കൂടെ അതൊന്ന് കാണാത്തവരൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കി. വളരെ ക്ലിയർ ആയിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ ഇത് സ്ഥലങ്ങൾ ഇന്നതാണെന്നൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ പോയിട്ട് നേരിട്ട് കണ്ടതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന സ്ഥലങ്ങളാണെന്നുള്ളത് എനിക്ക് പറഞ്ഞ് തരാനും കഴിയണില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കൂടെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ ഇതാണ് തോന്നുന്നുണ്ട് ഇപ്പം ആ പറഞ്ഞ പിന്നെന്താ പുഴേ എന്തോ ഒന്ന് ഇപ്പം പറഞ്ഞിരുന്നു. അത് ഇതാണ് തോന്നുന്നുണ്ട്. കണ്ടോ, ഒരുപാട് ആഴവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നല്ല വീതിയും വലുപ്പവും ഒക്കെ ഉണ്ട്. ഇപ്പോൾ പറയുന്നുണ്ട് പുഴയാണോന്ന് അറിയില്ല, കടലാണോന്ന് അറിയില്ല, എന്താണ് പറയേണ്ടത് എന്നുള്ളത് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരുമ്പോൾ എൻ്റെ ഒരു ഇതാട്ടോ ഞാൻ പറയുന്നത്. എനിക്കതിങ്ങനെ ഇപ്പം അതിങ്ങനെ പറഞ്ഞ് കാണിച്ച് വീഡിയോ ഒക്കെ ഇട്ട് തരുമ്പോൾ എനിക്ക് തോന്നുകയാണ് എനിക്ക് പോയിട്ട് ഇങ്ങനെ നേരിട്ട് കാണണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ മനസ്സിൽ ആഗ്രഹമുള്ളവർക്ക് കാണണം എന്നൊരു ആഗ്രഹമുള്ളവർക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടാവും കേട്ടോ. ഞാൻ എൻ്റെ ഒരു ആഗ്രഹമാണ് പറഞ്ഞത്. എനിക്ക് ഈ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കാണണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ആഗ്രഹം വരികയാണ് കേട്ടോ. ആ പുഴയായാലും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിക്ക് എന്തോന്നറിയാത്ത എനിക്കും പോയാൽ മതിയായിരുന്നു, ഒക്കെ കണ്ടാൽ മതിയായിരുന്നു എന്നുള്ള ആ ഒരു ഫീലൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതാ പള്ളീൻ്റെ എന്താണ് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെയുള്ള അജ്മീറിൻ്റെ പള്ളീൻ്റെ പരിസരങ്ങളിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ അവിടെ കുറേ അമ്മ പറഞ്ഞു കുറേ നടക്കാനും കുറേ പിന്നെന്താ സിയാർത്ത് ചെയ്യാനും കുറേ സംഭവങ്ങൾ കാണാനും ഉണ്ട് എന്നുള്ളത് അമ്മ പറഞ്ഞു കേട്ടോ എന്നോട്. അപ്പോൾ അതിൽ ഉമ്മയും ഉമ്മയൊക്കെ ഉണ്ടാവും ഇങ്ങനെ നടന്നു പോണ്. പിന്നെ നമ്മളിവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ അവിടെയും നല്ല മഴയും ഇതൊക്കെ തന്നെയാണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെയും നല്ല മഴയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊന്നുമില്ല. നിങ്ങളൊക്കെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളൊക്കെ ഇങ്ങനെ നല്ല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ, പിന്നെ കാണാൻ ആഗ്രഹം ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ചെറിയ കുട്ടികളായിട്ടൊക്കെ പോകണുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ തോന്നും കുട്ടികളായിട്ടൊക്കെ പോയാൽ എന്താ ചെയ്യുക, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇതല്ലേക്കാരം എന്താ ചെയ്യുക എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ ഇങ്ങനെ ഉമ്മ പറയുന്നുണ്ട്, ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല ചെറിയ കുട്ടികളായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേക്കാരം യാത്രയിലാണെങ്കിലും പിന്നെ ഓലേറ്റ് അതിനെ നടക്കാനൊക്കെ ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടേക്കാരെന്ന് നമ്മൾ മനസ്സിൽ വിചാരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ പോകുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളായിട്ടൊക്കെ പോയിട്ട് അവർക്കൊക്കെ അങ്ങനെ കൊണ്ടുപോകണതും കാണിച്ചു കൊടുക്കണതൊക്കെ നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോവാൻ ആഗ്രഹമുള്ളവർ ചെറിയ കുട്ടികളാണെന്ന് വിചാരിച്ച് മാറി നിൽക്കുകയൊന്നും വേണ്ട. കുട്ടികളായിട്ടൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ പോയിട്ട് കാണും, സിയാർത്ത് ചെയ്യുകയൊക്കെ ചെയ്തോളും കേട്ടോ. അങ്ങനെ പോകാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് അങ്ങനെ പോകാനും നിൽക്കാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. ഈ പുഴേൻ്റെ ഭാഗം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കൊതിയാവുകയാണ് കേട്ടോ കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത്രയൊക്കെ തന്നെയുള്ള വിശേഷങ്ങൾ. താങ്ക് യു. അസ്സലാമു അലൈക്കും.